പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തോടെ തന്നെ ഇരിക്കണം. പരിശുദ്ധ പിതാവിൻ്റെ കുർബാന അബുദാബിയിലെ 41 ഡിഗ്രി ചൂടിൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ കുർബാന മുഴുവൻ കൂടുകയായിരുന്നു. ശരിക്കും അവർ നിൽക്കുന്നത് മുകളിൽ ഒന്നുമില്ലാത്ത തനി വെയിലത്ത് നിൽക്കുക ജനങ്ങൾ. എന്ത് ഹൃദ്യമാണ് ആ കാഴ്ച കാണാൻ. എത്രയോ ആയിരങ്ങളുടെ എത്രയോ വർഷങ്ങളായുള്ള പ്രാർത്ഥനയാണ് പാപ്പ മിഡിൽ ഈസ്റ്റ് സന്ദർശിച്ച് കർത്താവിൻ്റെ ബലി അർപ്പിക്കണമെന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാപ്പായുടെ വേദിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം അവിടെ അനുസ്മരിക്കപ്പെട്ടതിൽ ഏറെ സന്തോഷം. സ്തുതിയുടെ ഹല്ലേലൂയ. ഉടമ്പടിയിൽ അനേകം മക്കൾ വലിയ വലിയ സാക്ഷ്യങ്ങളുമായി ആധ്യാത്മിക മുന്നേറ്റം നടത്തുകയാണ്. ഉടമ്പടി സാക്ഷ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒത്തിരിയേറെ പ്രൊഫഷണൽ മേഖലയിൽ ഇന്ന് സാക്ഷ്യം പറഞ്ഞ ജോലി കാര്യങ്ങൾ, അത് ചെറുപ്പക്കാർക്കും യുവതലമുറയ്ക്കുമുള്ള ദൈവത്തിൻ്റെ ഒരു സന്ദേശമാണ്. നിങ്ങളുടെ വേദനാജനകമായ ജീവിത മുന്നേറ്റത്തിൽ നിങ്ങൾ ഒറ്റക്കല്ല എന്നാണ് അമ്മ പറയണത്. ആ PT എക്സാമിനേഷൻ്റെ റിപ്പോർട്ട് പിന്നെയും സാക്ഷ്യത്തിൽ വന്നു. IELTSനേക്കാൾ കുറച്ചുകൂടി ടെക്നിക്കൽ പ്രിസിഷൻ വേണ്ട ഒരു പരീക്ഷയാണ് PT എക്സാമിനേഷൻ. അങ്ങനെ ഒരു സാക്ഷ്യം നേരത്തെ ഇവിടെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പഠിച്ചത്. അത് ഫുള്ളായി കമ്പ്യൂട്ടറിനോട് തന്നെയാണ് നമ്മൾ എക്സാം ചെയ്യുന്ന കമ്പ്യൂട്ടർ തന്നെയാണ്. അതുകൊണ്ട് പ്രൊനൗൺസിയേഷൻ, ഫോണറ്റിക്സോ അതിൻ്റെ വേവ് ലെങ്ത് അനുസരിച്ച് പോലും ചില സമയത്ത് നെഗറ്റീവ് മാർക്ക് വരും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇത് നമ്മളുടെ കഴിവിൻ്റെ അപ്പുറത്ത് പരിശുദ്ധ അമ്മ തന്നെ 90-ൽ 90 മാർക്കും നൽകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീ തളർന്നാലും ഞാൻ നിന്നെ താങ്ങും. സ്തുതിയുടെ ഹല്ലേലൂയ. നീ തളർന്നാലും ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ ഈ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. ഇനി ഉടമ്പടി പ്രാർത്ഥനയിലെ പ്രോസസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് ചില കാര്യങ്ങൾക്ക് ഒരു താമസം വന്നാലും നിങ്ങളതിൻ്റെ അകത്ത് ഡെസ്പാവരുത്. എന്താ കാര്യം വെച്ചാൽ, ഒരു അപ്പച്ചനിവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, അപ്പച്ചനെ ഉടമ്പടിയുടെ ആദ്യ തലമുറയിലുള്ള ആളാണ്. ഉടമ്പടി തുടങ്ങിയ കാലം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കുമ്പളങ്ങിയിൽ അപ്പച്ചൻ ഉടമ്പടി എടുത്തത്. എനിക്ക് ആ വിഷയം എല്ലാം അറിയാം. കാര്യം അപ്പൻ ഒരു 3 പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം പറഞ്ഞത് സ്ഥലത്തിൻ്റെ ആ വഴിയുടെ കാര്യമാണ്. വഴിയുമായിട്ട് ഭയങ്കരമായ ഒരു വിഷയത്തിലായിരുന്നു. ഞാൻ ആ വിഷയത്തിലൂടെ കടക്കുന്നില്ല. ചിലപ്പോൾ അവരുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരൊക്കെ ഇവിടെ ചിലപ്പോൾ കാണുമായിരിക്കും. അത് വഴി കിട്ടത്തില്ലായിരുന്നു. വഴി കിട്ടിയില്ലെങ്കിൽ ഉള്ള മാർഗം എന്താണെന്നറിയാവോ? അവർ ചേർ പിടിച്ച വഴിയിലൂടെ, ഒരടി വഴിയിലൂടെയാണ് ഇവർ പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. അതൊന്നും അപ്പച്ചൻ പറഞ്ഞില്ല. ഒരു ചേർ പിടിച്ച ചെളിയായ വഴിയിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഉടുപ്പ് ഇട്ട് നടക്കാൻ പറ്റത്തില്ല. കാര്യം അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന വേലി പത്തലെ മുട്ടും. അപ്പോൾ മഴയത്താണെ പോകാനും പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് വിറ്റുചുട്ട് പോണ അച്ഛാ ഇവിടുന്ന്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ആൾക്കാരെ ഉദ്ദേശിക്കണത്. പെട്ടവരൊക്കെ കൊടുത്തിട്ട് വീട് പകുതിയായി കുറച്ച് പണിത് അങ്ങനെ നിന്നുപോയി. സാധനം കൊണ്ടുവരാനൊന്നും പറ്റണില്ല. ചീന വില വിൽക്കണൊക്കെ ഒരു സെക്കൻഡറി തിങ്ങാണ്.
അവിടുന്ന് പോകണമെങ്കിൽ പിന്നെ വിറ്റാൽ ശരിക്കും മതി. പിന്നെ അപ്പച്ചന് വയസ്സായത് കൊണ്ട് അത് വിറ്റ് മാറ്റിയതാണ്. എന്ത് കേസായാലും ശരി. ഇപ്പം ചില വിഷയങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഉടമ്പടി പുസ്തകത്തിലുണ്ട്. വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് സമയം ചില കാര്യങ്ങൾക്ക് വരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അല്ല, ചില കാര്യങ്ങൾ. ആ കേസ് തീരുക അത് ഒരു മത്സര വിഷയമായി കഴിഞ്ഞാൽ അവർ വഴി കൊടുക്കത്തില്ല. ഇവർക്ക് മേടിക്കാനുള്ള നിയമപരമായിട്ട് പോലും ഇവർക്ക് പരിരക്ഷ കിട്ടത്തില്ല. അപ്പം അതൊരു ഭയങ്കര വിഷമയം പിടിച്ച കാര്യമാണ്. അമ്മ തന്നെ തീരുമാനിക്കണം, ദൈവം തന്നെ തീരുമാനിക്കണം. അപ്പം ദൈവം തന്നെ തീരുമാനിക്കേണ്ട ഒരു വിഷയമായിട്ട് മാറുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ഒരു പോംവഴി? ദൈവം ഒരു വിഷയം, നിൻ്റെ വിഷയം, നിൻ്റെ വഴിയോ വീടോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ രോഗമോ ഒരു മൂവ്മെൻ്റ് ഇല്ല. ദൈവം തന്നെ ഇടപെട്ടാൽ ഇതിനൊരു തുറവിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിംഹത്തിൻ്റെ കുഴി കിടന്ന ദാനിയേലിനെ പോലെയാകും. ഓടി രക്ഷപ്പെടാൻ പറ്റണില്ലല്ലോ. സിംഹം തിന്നുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കിണറ്റിലിട്ടിരിക്കുകയല്ലേ. ദാനിയേലിനെ എവിടെ ഇട്ടിരിക്കണത്? കിണറ്റിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കും വന്ന് രക്ഷിക്കാനും പറ്റത്തില്ല, ഇവിടുന്ന് ഓടിപ്പിഴക്കാനും പറ്റത്തില്ല. സിംഹത്തിൻ്റെ വായിൽ പെട്ടത് തന്നെ. ഒരു പക്ഷേ നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നീ എന്ന് വിചാരിച്ചോ. നിനക്ക് ഓടി രക്ഷപ്പെടാനും പറ്റണില്ല. പിന്നെ എന്ത് ചെയ്യും? ദാനിയേൽ എന്താ ചെയ്തത്? അവൻ കുറ്റമറ്റവനായിരുന്നു. അതാണ് വചനം പറയണത്. അവൻ കുറ്റമറ്റവനായിരുന്നത് കാരണം ദൈവം സിംഹത്തിൻ്റെ വായടച്ച് കളഞ്ഞു. കൈയിട്ടിച്ച് കർത്താണ് സുടലിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതൊരു പോംവഴിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റണില്ല, ആർക്കും വന്ന് നമ്മളെ സഹായിക്കാനും പറ്റാത്ത വിഷയമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വേദഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ പോംവഴി എന്താണ്? കുറ്റമറ്റവനായിരിക്കുക. അവൻ കുറ്റമറ്റവനായിരുന്നത് കാരണം കർത്താവ് സിംഹത്തിൻ്റെ വായടച്ചു. അതാണ് ദാനിയേൽ 6:22. അവൻ കുറ്റമറ്റവനായിരുന്നതിനാൽ പറഞ്ഞേ, അവൻ കുറ്റമറ്റവനായിരുന്നു കർത്താവ് സിംഹത്തിൻ്റെ വായടച്ചു. അത് ക്യാൻസർ. ഇപ്പോൾ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ് ബി നെഗറ്റീവ് പറഞ്ഞില്ലേ? നെഗറ്റീവായിരുന്ന സംഭവം ഒരു ഉടമ്പടി പ്രാർത്ഥന കഴിയുമ്പോൾ ആ ബ്ലഡ് പോസിറ്റീവായിട്ട് മാറുകയാണ്. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്നറിയാവോ? അതായത് അമ്മയോടാണ് ദൈവം വലിയൊരു രഹസ്യം പറഞ്ഞത്. എന്താ? ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് അമ്മയോട് മാത്രം പറഞ്ഞൊരു രഹസ്യമാണ്. ജെറമിയായിൽ 32:27 വർഗീസ് സാർ പറഞ്ഞു. അതിനേക്കാൾ പ്രിസിഷനായിട്ടാണ് ലൂക്ക 1:37 അമ്മയോട് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ജെറമിയായോട് പറഞ്ഞ വിഷയവും അമ്മയോട് പറഞ്ഞ വിഷയവും രണ്ടിനും രണ്ടാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചതിനാണ് മറുപടി പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിലൊരു വഴി കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവം പറയും വഴി ഞാനാണെന്ന് പറയും. അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. കനായിലെ കല്യാണത്തിൽ വഴി കാണുന്നില്ല, സമയമായില്ലെന്ന് പറയുമ്പോൾ അമ്മ അതോർക്കും. എന്താ? അപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും വഴി അപ്പാടെ കയ്യിലുണ്ടെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ദാനിയേലിനോട് ഈശോ പറഞ്ഞു, ദൈവം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? നീ കുറ്റമറ്റവനായിരിക്കുക, സിംഹത്തിൻ്റെ വായ ഞാൻ അടക്കുമെന്ന്. ഇതാണൊരു താക്കോലാണ്. ഇതൊരു കീ വേർഡെന്ന് പറയും. താക്കോൽ വചനങ്ങൾ, ജീവിത പ്രതിസന്ധികളെ തുറക്കാനുള്ള താക്കോൽ വചനം. നീ കുറ്റമറ്റവനായിരിക്കുക, ഞാൻ നിന്നെ വിഴുങ്ങാൻ വരുന്ന സിംഹത്തിൻ്റെ വായ ഞാൻ അടക്കുമെന്ന്. ഇപ്പം എല്ലാ സിംഹവുമായിട്ട് നമ്മൾ പിടിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദൈവത്തെ കൊണ്ട് സിംഹത്തിൻ്റെ വായടപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ സൂചന ദൈവം എബ്രഹാത്തിനോട് പറഞ്ഞായിരുന്നു. എബ്രാഹുമായിട്ടാണല്ലോ ഉടമ്പടി വെച്ചത് അല്ലേ?
ഇപ്പം ഇന്ന് MOH ഹൈ BT എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ സാക്ഷ്യം പറയണില്ലേ? ഇതെല്ലാം പ്രൊഫഷണൽസിൻ്റെ എത്രയോ സാക്ഷ്യങ്ങൾ വന്ന് ഈ പ്രൊഫഷണൽസൊക്കെ പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടണത്? ജോലി കിട്ടും, ജോലി കിട്ടിയാൽ പണം കിട്ടും, പണം കിട്ടിയാൽ ആഹാര പ്രശ്നം നടക്കും. അത് ഉടമ്പടി ഭാഗമാണത്. അത് ആദ്യമേ പറഞ്ഞതാ, നിൻ്റെ അപ്പക്കുട്ടയെ ഞാൻ അനുഗ്രഹിക്കും, മാവ് കുഴക്കുന്ന കലത്തെ ഞാൻ അനുഗ്രഹിക്കും. ഉടമ്പടിയുടെ ഭാഗമാണത്. പ്രൊഫഷണൽ എക്സാമിനേഷനായിട്ടാണ് നമ്മളത് അനുഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദൈവം അനാദിയിൽ വാഗ്ദാനം ചെയ്തതാണത്. നമ്മൾ നിയമാവർത്തനം 28:4 അനുസരിച്ച് കൊണ്ട് ആഹാര മേഖലയെല്ലാം ദൈവം അനുഗ്രഹിച്ചതാ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസവും സന്താനങ്ങളും അവരുടെ ജോലിയും ഒക്കെ ദൈവം അനുഗ്രഹിക്കുന്നത്. നമുക്ക് കിട്ടിയ സാക്ഷ്യത്തെ ഓർത്തെല്ലാം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന. സ്തുതിയുടെ ഹല്ലേലൂയ. കാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതി പൂർച്ച ഉണ്ടായിരിക്കട്ടെ. ദൈവം എബ്രഹാത്തിനോട് എന്താ പറഞ്ഞത്? നീ ഒരു അനുഗ്രഹമായിരിക്കും അല്ലേ? ഉൽപ്പത്തി അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്ന വാക്കാ. കാര്യം ഉടമ്പടി തുടങ്ങണം അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടി ഇരിക്കുന്ന എബ്രഹാമായിട്ട് ദൈവം കൊടുത്ത വാഗ്ദാനം എന്താ? ഉടമ്പടിയിൽ എപ്പോഴും വാഗ്ദാനങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ വാഗ്ദാനങ്ങൾ എന്താ ചെയ്യണത്? അവകാശമാക്കുകയാണ് ചെയ്യണത്. ഉടമ്പടി പ്രാർത്ഥനയിൽ വരുന്ന അതിൻ്റെ മൂമെൻറ്റ്സ് എന്താണ്? ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെ അവകാശമാക്കുകയാണ്. അവകാശം പ്രാപിക്കാൻ വേണ്ടിയാണ്. അവകാശം പ്രാപിക്കാനുള്ള കുറേ മാർഗങ്ങൾ ബൈബിളിലുണ്ട്. അതാണ് ഉടമ്പടിയിലൂടെ പ്രബോധനമായിട്ട് നൽകണത്. അപ്പോൾ ദൈവം എബ്രഹാത്തിന് കൊടുത്ത വാഗ്ദാനം എന്താണ്? നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കും. എന്നുവെച്ചാൽ എല്ലാ ജനങ്ങൾക്കുമാണ്. എബ്രഹാത്തിൻ്റെ വിശ്വാസം ആരെല്ലാം പങ്കുപറ്റുന്നുവോ അവർക്കെല്ലാം അനുഗ്രഹം കിട്ടും. അതല്ലേ വെച്ച് ചേച്ചി സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ഹിന്ദുവാണെന്നും പോലും കർത്താവിനെ എന്തുമാത്രം അനുഗ്രഹിച്ചെന്നും പറഞ്ഞ് ഏറ്റവും നല്ലവണ്ണം നന്ദി പറഞ്ഞത് അവരാ അല്ലേ? അവരുടെ ഹൃദയത്തിൽ നിന്നാണ് നന്ദി പറയണത്. എന്താ കാര്യം? നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ക്രിസ്ത്യാനിക്ക് മാത്രം അനുഗ്രഹമാണെന്നല്ല പറഞ്ഞത്. ആരല്ല എബ്രഹാത്തിൻ്റെ വിശ്വാസത്തിൽ ദൈവം കൊടുത്ത വാഗ്ദാനങ്ങൾ പങ്കുപറ്റുന്നുവോ, വിശ്വാസം കൊണ്ട് പങ്കുപറ്റുന്നുവോ, അതാണ് ഉൽപ്പത്തി 15:6. എബ്രഹാം വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. കൈ അടിച്ചു കർത്താവ് ചൊല്ലി. കാരുണ്യത്തിന് ആരാധന സ്തുതി പൂഴ്ച ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുമ്പോൾ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന് ആ അനുഗ്രഹത്തിൻ്റെ പ്രകൃതി ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് അനുഗ്രഹിക്കണത്? ദൈവം എബ്രഹാത്തെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു വന്നു. ഏറ്റു പറഞ്ഞേ, അതാ ഉൽപ്പത്തി 24:2. ഉൽപ്പത്തി 24:1 എന്താണ്? ദൈവം അബ്രാഹത്തെ പറഞ്ഞേ, ദൈവം അബ്രാഹത്തെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. ഇപ്പൊ ചീനവില വിൽക്കണമെന്ന് പറഞ്ഞാൽ ചീനവിലയും വിറ്റ് തരും. വിശ്വാസമില്ലാത്തവൻ ചോദിക്കും, ഇതൊക്കെയാണ് ദൈവത്തോട് പറഞ്ഞത്, ചീനവില വിൽക്കാൻ വേറെ പണിയൊന്നും ഇല്ല. വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ അവകാശം പ്രാപിക്കത്തില്ല. അവകാശം പ്രാപിക്കണം എങ്ങനെയാണ്? എന്തിനാണ് അവകാശമുള്ളത്? നമ്മളെങ്ങനെ അവകാശികളായി മാറണത്? ദൈവത്തിന് വാഗ്ദാനം നൽകിയത് കൊണ്ടാണ് നമ്മൾ അവകാശികളായി മാറണത്. ആ വാഗ്ദാനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് വാഗ്ദാനം നിറവേറണത്. എല്ലാ വാഗ്ദാനം എന്തിനുള്ളതാണ്? പരിശുദ്ധാത്മാവ് അമ്മയെ കാണുമ്പോൾ എലിസബത്തിനോട് പറഞ്ഞിട്ട് എലിസബത്ത് പറയണ വാക്കാണത്. എന്താണ് പറയണത്? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. ലൂക്കാ 1:45 മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. കർത്താവ് നമ്മൾ അരുളി ചെയ്ത കാര്യങ്ങൾ എന്താ? ഇത്രയും ഉണ്ട്. അല്ല ഒരു വാക്കല്ല, ഇത്രയും വാക്കുണ്ട്. കർത്താവ് നമ്മൾ അരുളി ചെയ്ത കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ എന്താണ്? നിറവേറുമെന്ന് പറഞ്ഞേ. നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പൊ നമ്മളെ വിശ്വസിക്കണമെങ്കിൽ നമ്മളെ ദൈവം പറയും
ബ്ലെസ്ഡ്, ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് പറയും. അതാണ് കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവ് കുറ്റം ചുമത്താൻ സാധ്യതയുണ്ട്. ഇല്ലേ? ആരാണ് ഭാഗ്യവതി എന്ന് പറയണത്? കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് നിന്നോട് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇപ്പൊ ആരാണ് ഭാഗ്യവതി? ദൈവവചനം നിറവേറുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവതി. കർത്താവിൻ്റെ സങ്കീർത്തനം എന്താ പറയണത്? കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അപ്പം ആ കുറ്റം എന്തായിട്ട് വരും? കർത്താവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കുറ്റമായിട്ട് വരും. അതുകൊണ്ട് എബ്രഹാത്തിനോട് പറഞ്ഞ, മകനെ നമ്മൾ ഉടമ്പടിയിലോട്ട് പോവുകയാണ്, പക്ഷെ അതിൻ്റെ പ്രിലിമിനറി നോട്ട്, അടിസ്ഥാനപരമായിട്ടുള്ള പ്രീ റെക്വസിസ്റ്റ്, മുൻ ആവശ്യം എന്താണ്? നീ എൻ്റെ മുമ്പാകെ തന്നെ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ചെയ്യുന്നവരോട് ദൈവം പറഞ്ഞത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. അല്ലേ? ഉൽപ്പത്തി പുസ്തകം 17:1. ഉടമ്പടി ചെയ്യുന്ന ഓരോ മകനോടും ആദ്യമായി പറയുന്നത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക. ഒന്ന് പറഞ്ഞേ. ഒന്നെന്താണ്? ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ വ്യാപരിക്കണം. രണ്ടാമത്തെ എന്താണ്? കുറ്റമറ്റവനായിരിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോയാൽ നമ്മൾ വേറെ ആരുടെയും മുമ്പിലായി പോകും. അപ്പം കുറ്റം വരും. ദൈവത്തിന് അതാണ്, നീ എൻ്റെ മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി നിൻ്റെ മുമ്പാകെ ആയിരിക്കുവാൻ, കുറ്റമറ്റവരായിരിക്കുവാൻ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഇപ്പം 2 സാക്ഷ്യങ്ങൾ പറഞ്ഞില്ലേ? തകർന്നു പോയപ്പോഴേ അവിടെ മനസ്സിലിരുന്ന് പറഞ്ഞ് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പം അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം, അവർ ചെറുപ്പക്കാരിയും പറഞ്ഞായിരുന്നു, അമ്മച്ചിയും പറഞ്ഞായിരുന്നു. അമ്മച്ചി എന്നാ പറഞ്ഞത്? ദൈവമേ, ഈ വചനം എങ്ങനെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർത്ത് ഞാൻ, ആരാ എന്നോട് ഈ വചനം പറയണത് എന്ന് ചോദിച്ചില്ലേ? അവസാനം ഒരു സാക്ഷ്യം പറഞ്ഞപ്പോഴും അമ്മച്ചി പറഞ്ഞു, എന്തോ ഒരു വചനം അല്ലേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ള വചനം അമ്മച്ചിയുടെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരികയാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ വചനം ആരെന്നെ ഓർപ്പിച്ചു, ഞാൻ എങ്ങനെ ഓർത്തു? ഞാൻ ഇങ്ങനെയൊക്കെ വചനം എന്ന് ഓർക്കാൻ ആളല്ലല്ലോ, ഇപ്പം എന്നാ പറ്റി എനിക്ക്? കർത്താവിനോട് സംസാരിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വചനം ഓർത്ത്. അതെന്താ കാര്യം? ദൈവം ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ നയിക്കുക. ഉടമ്പടിയിൽ നമ്മൾ അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. അരമണിക്കൂർ വചനം വായിക്കണത് എങ്ങനെയാണ്? 30 വാക്കുകൾ എടുത്തിട്ട് അത് 30 പ്രാവശ്യം വായിക്കും. 2 മിനിറ്റ് 3 മിനിറ്റ് 1 മിനിറ്റ് വെച്ച് അരമണിക്കൂർ 30 മിനിറ്റ് നമ്മൾ തയ്ക്കും. അതിനുള്ളിൽ ഈ ആവർത്തിച്ച് വായിക്കുമ്പോഴേ ഏതെങ്കിലും 1-2 വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ അഭിഷേകമായി മാറും. ആ വചനം നമ്മുടെ ദുർഘട സന്ധിയിൽ മൊത്തം കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടായി കഴിയുമ്പോൾ കർത്താവ് ഉള്ളിൽ നിന്ന് വചനത്തിൻ്റെ വെളിച്ചം കൊണ്ട്, നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് ദീപം, പാതയിൽ പ്രകാശം. സങ്കീർത്തനം 119:19 വായിക്കും. എന്താണ്? നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് ദീപം, പാതയിൽ പ്രകാശം എന്ന് വെച്ചാൽ എന്താ? കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആകുമ്പോൾ പിന്നെ തെളിയുന്ന വചനം ഏതാണ്? വെളിച്ചം ഏതാണ്? കർത്താവിൻ്റെ വചനമാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. 119:105 ഏറ്റു പറഞ്ഞ്, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. അതാണ് അവസാന സാക്ഷ്യം പറഞ്ഞത്. അവിടെ ജീവിതം മൊത്തം ബ്ലാക്ക് ഔട്ടായിപ്പോയി, പവർ കട്ടായിപ്പോയി. പവർ കട്ടായപ്പോൾ എന്ത് പറ്റി? ഉള്ളിരുന്നുകൊണ്ട് വചനം തെളിഞ്ഞ. അതുകൊണ്ടാണ് പിന്നെ ആ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ മുന്നോട്ട് പോണത്. ചില സമയത്ത് അങ്ങനെ വരും. ഉടമ്പടി ഒരു സമ്പൂർണ്ണ പ്രാർത്ഥനയായത് കാരണം നാളെ നീ ബ്ലാക്ക് ഔട്ടായി പോയെന്ന് വിചാരിച്ചോ? ബ്ലാക്ക് ഔട്ടായാലും ശരി. ഇപ്പം കുഞ്ഞ് പറഞ്ഞില്ലേ, ഞാൻ വീണ്ടും തോറ്റു, ബ്ലാക്ക് ഔട്ടായി. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ്, എന്നെ കർത്താവ് തീർച്ചയായിട്ടും ജയിപ്പിക്കും, ഇത് റീവാലുവേഷന് പോകും, കർത്താവ് മാർക്കിടും. തെളിഞ്ഞ് വരികയാണത്, ഉള്ളിൽ നിന്ന് വരും. നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന എപ്പോഴും നമ്മൾ ഉടമ്പടി എന്തിനുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടി എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ
നിങ്ങൾ ഉടനെ പറയരുത് നമ്മുടെ കാര്യം കാണാനുള്ളതാണെന്ന് പറയരുത്. ഉടമ്പടി എന്തുകൊണ്ടാണ് ഉടമ്പടി ഉണ്ടാവണത്? എൻ്റെ മക്കളെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ദൈവം സ്നേഹമായത് കൊണ്ടാണ് ഉടമ്പടി ഉണ്ടാകണത്. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. ഈ സ്നേഹമായ ദൈവം എന്ത് വിചാരിക്കും? ഈ സ്നേഹം സ്ഥായിയാകണം, സ്ഥിരമാകണമെന്ന് ആഗ്രഹിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടിയിലെ ദൈവിക ലക്ഷ്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും ഇതെൻ്റെ ജോലി വായിക്കുന്ന പരിപാടിയാണ്, സ്ഥലം വിൽക്കുന്ന പരിപാടിയാണെന്നൊക്കെ വിചാരിക്കും. അല്ല, ഉടമ്പടിയുടെ ദൈവിക ലക്ഷ്യം എന്താണ്? എനിക്ക് നിന്നോടുള്ള ബന്ധം സ്ഥായിയാണെന്നറിയാൻ വേണ്ടി ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തെന്ന്. ഐസയ 55:3. ഐസയ 55:3. എനിക്ക് നിന്നോടുള്ള സ്നേഹം സ്ഥായിയാണെന്ന് നീ അറിയാൻ വേണ്ടി ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപിടിക്കുന്ന സ്നേഹം അല്ലെന്നർത്ഥം. സ്ഥായിയായ സ്നേഹമാണ്. പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, അങ്ങയോട് എനിക്കുള്ള സ്നേഹവും അങ്ങയ്ക്ക് എന്നോടുള്ള സ്നേഹവും സ്ഥായിയായിരിക്കുവാൻ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മക്കള് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് അറിയണം. എന്താ കാര്യം? ദൈവം ഉദ്ദേശിക്കുന്നത് സ്ഥായിയായ സ്നേഹം നീയും നിൻ്റെ ദൈവവുമായിട്ടുണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രാഹത്തോട് പറയണത്, എൻ്റെ മുമ്പിൽ നിന്ന് നീ പോയേക്കരുതെന്ന് പറയണത്. എബ്രാഹത്തോട് എന്താ പറയണത്? ഉൽപ്പത്തി 17:1 എന്താ പറഞ്ഞിരിക്കണത്? നീ എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകാതിരിക്കാൻ ദാവീദ് ഇടയ്ക്ക് ഈ ഉടമ്പടി അനുസ്മരിപ്പിക്കും. ദാവീദ് പറയും, കർത്താവേ, തൻ്റെ യോഗ്യത പോകുമ്പോൾ ദാവീദ് അവസാനത്തെ തുറപ്പെടുക്കണതാണ്, കർത്താവേ അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ. എല്ലാ പിതാക്കന്മാരും പ്രാർത്ഥിക്കണം അങ്ങനെയാണ്. എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. എങ്ങനെയാണ്? കർത്താവേ അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ, അങ്ങ് ദൈവത്തോട് അങ്ങ് ചെയ്ത വാഗ്ദാനങ്ങളെ. അതുകൊണ്ട് അബദ്ധം പറ്റിയപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? കർത്താവേ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. സങ്കീർത്തനം 51:7 എന്താ പറഞ്ഞത്? കർത്താവേ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എന്താ കാര്യം? ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ അത് പ്രാർത്ഥിക്കണം. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ നിങ്ങൾക്ക് മുമ്പേ നടക്കുമെന്നല്ലേ പറഞ്ഞിരിക്കണത്. ഈശോയും പറഞ്ഞല്ലോ അങ്ങനെ അല്ലേ? നമ്മുടെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നല്ലയിടയൻ്റെ കഥ പറയുമ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. അതുപോലെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? ദൈവവചനം പാലിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന വിഷയം എന്താണ്? നമ്മൾ വചനത്തിൽ നിലനിൽക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കണത്. ഇപ്പം മുന്തിരിച്ചെടിയുടെ ശാഖകളുടെ കഥ പറയുമ്പോൾ ഈശോ പറയും, എൻ്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. കാര്യം നിബന്ധന ഉണ്ടാകും, നിയോഗം ഉണ്ടാകും. ഒരു ഉടമ്പടി വചനം കണ്ടുപിടിക്കണം എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് വാഗ്ദാനം ഉണ്ടാകും എപ്പോഴും. പിന്നെ എന്താണ്? നിബന്ധന ഉണ്ടാകും, നിയോഗം ഉണ്ടാകും. ഇപ്പം നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, എന്താ വചനത്തിൽ എൻ്റെ മുമ്പിൽ നിന്ന് മാറാതിരുന്നാൽ എന്നർത്ഥം. എൻ്റെ വചനം പാലിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടന്നാൽ അത് നിബന്ധനയാണ്. ഇഷ്ടമുള്ള ചോദിക്കാം. യോഹന്നാൻ 15:7 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് പറഞ്ഞിരിക്കണത്. അത് എല്ലാമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യണില്ല ദൈവം. ഒന്നും പരിമിതിപ്പെടുത്തണില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ചോദിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിനക്ക് കിട്ടണേക്കാൾ വലുതായിരിക്കും നിന്റെ ദൈവം എന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിക്കുമ്പോൾ, നിനക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ
ഒരു കാര്യം തിരിച്ചറിയണം. എന്താണ്? എന്ത് ലഭിച്ചാലും നിനക്ക് കിട്ടിയതിനേക്കാൾ വലുതായിരിക്കണം നിൻ്റെ ദൈവമെന്ന്. അതാണ് പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നീ ദൈവത്തെ മറന്ന് കളയരുത്, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോയി കളയരുത്. ചില സമയത്ത് ചില ആൾക്കാരുടെ അനുഗ്രഹങ്ങൾ താമസിക്കാനൊരു കാരണം അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോണതാ. അതുകൊണ്ട് ദൈവം പറയും, നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. നിങ്ങൾക്ക് മാർഗഭ്രംശം ആരും നിങ്ങളെ വഴി തെറ്റിക്കരുത് എന്നതിൻ്റെ അർത്ഥം. യാക്കോബിൻ്റെ 1:16, യാക്കോബ് 1:16, നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയണത്? ആർക്കെങ്കിലും നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റും. എല്ലാവരും ഓരോ പരുവത്തിലൊക്കെ ആയിപ്പോയത് എന്താ? ആൾക്കാരെ വഴിതെറ്റിച്ചതാ. ആൾക്കാരിപ്പോൾ ചിലർ പറയും നമുക്ക് ഇന്ന ബിസിനസ് തുടങ്ങാമെന്ന് പറയും. ചില ആൾക്കാർ പറയും നമുക്ക് പന്നി ഭാര്യൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായിപ്പം പറയും, എന്നാടാ നിന്നെയൊക്കെ എന്നാ ജോലി? ഇത് ഒരു പന്നി വളർത്ത തുടങ്ങാൻ പറയും. അപ്പം നമ്മൾ ഉടനെ പന്നി വളർത്തിയാൽ നഷ്ടമില്ലല്ലോ. അതിൻ്റെ ഒരു അല്പമൊക്കെ ഒരു കർഷക ബോധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പന്നിയാണെങ്കിൽ ചെറുപറ പ്രസവിക്കും. നമ്മൾ ആ പ്രസവിക്കുന്ന സമയത്ത് പന്നിയുടെ അടുത്ത് നിന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആ പന്നി അത് തന്നെത്താൻ പന്നിയുടെ പ്രസവ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പന്നിയുടെ പ്രസവിച്ച കുഞ്ഞിനെ തന്നെ തിന്നുകൊണ്ടിരിക്കും. പൂച്ച അങ്ങനെ ചെയ്യും. പക്ഷേ പൂച്ച എല്ലാത്തിനും തിന്നത്തില്ല, പന്നി മൊത്തത്തിനും തിന്ന് കളയും. അത്ര പ്രശ്നം. ആകെപ്പാട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അത്രേ ഉള്ളൂ. പിന്നെ വേസ്റ്റ് തിന്ന് ഉള്ളൂ, എവിടെ നിന്ന് വേസ്റ്റ് കിട്ടിക്കൊള്ളൂ. ഇപ്പോൾ അമ്മായിപ്പം പറയുമ്പോൾ നല്ല കാര്യമാണ്. 6 മാസം കൂടി സാധനമൊക്കെ വളർന്നു കഴിഞ്ഞാൽ ആൾക്കാർ മൊത്തിക്കൊണ്ട് പോകും. ഓരോ പെരുന്നാൾ വരുമ്പോൾ 10-12 പന്നി ചിലവാകും. ഇപ്പം നമ്മൾ ഉടനെ ലോൺ എടുത്ത് പന്നി അതിൻ്റെ ഷെഡ് കെട്ടി അപ്പോൾ തന്നെ 2.5 ലക്ഷം രൂപയായി. കാരണം സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈജീനിക്കായിട്ട് കെട്ടണ്ടേ. അങ്ങനെ നമ്മൾ കെട്ടി. അപ്പോൾ അത് നമ്മൾ പിന്നെ പന്നി വളർത്തുമായിട്ട് കൂടി. എങ്ങനെ ഞായറാഴ്ച 7 മണിക്കാണ് പന്നി പ്രസവിച്ചെങ്കിൽ ഇവൻ്റെ കുർബാന പോകും. കാര്യം ഇവൻ പന്നി പ്രസവിച്ചാന്ന് നോക്കിയിരിക്കല്ലേ, തിന്നുവാന്ന് വന്നിരിക്കുകയല്ലേ. എങ്ങനെ ഞായറാഴ്ച പ്രസവിച്ച് പോയാൽ പണിയായി, കുർബാന പോയി. അവൻ്റെ അപ്പം പന്നിയുടെ മുമ്പിലാവും, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകും. അതാണ് നീ എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കാൻ പറയുന്നില്ലേ. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന് വന്ന് പന്നിയുടെ മുമ്പാകെ പ്രസവിക്കണം നോക്കണം നിൽക്കും. തിന്നുവാന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അപ്പം തന്നെ തെറ്റ്. രണ്ടാമത്തെ കേസ് എന്താ? രണ്ടാമത്തെ കേസ് വരാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരുത്തൻ അവിടെ ഒരു ഹോം സ്റ്റേയും കൊണ്ട് ഒരുത്തൻ വലിച്ചു വരും. 2 കൊല്ലം കഴിയുമ്പോഴേ ഹോം സ്റ്റേക്കാരൻ വരുമ്പോൾ സായിപ്പിന് ഭക്ഷണം കൊടുക്കുന്ന പാർട്ടിയാണല്ലേ, അവർ ജീവിക്കണം അങ്ങനെയാണ്. പക്ഷെ സായിപ്പുമാർ ഇതിൻ്റെ പന്നിയുടെ മണം എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവിടെ കയറത്തില്ല. പിന്നെ എന്ത് ഹോം സ്റ്റേക്കാരൻ കൊണ്ട് ഹെൽത്തിന് പരാതി കൊടുക്കും. ഹെൽത്തുകാരൻ നമ്മുടെയൊക്കെ ഒന്ന് കാശമാകത്ത് ഹെൽത്തുകാരൻ പോയിക്കളാം, അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോകും. പുതിയ ആൾക്കാർ വന്നിട്ട് പറയും സംഘം പൂട്ടിക്കൊള്ളാൻ പറയും. അപ്പോൾ നമ്മുടെ ലോണും പോവും, നമ്മൾ വെള്ളത്തിലുമാകും, പലിശയുമാകും. മാർഗഭ്രംശം. നിങ്ങളെ ആർക്കും മാർഗഭ്രംശം വരരുതെന്ന് പറയും. എന്താ കാര്യം? ദൈവത്തിന് മുമ്പാകെ നിന്ന് മാറി അമ്മായിയപ്പന് മുമ്പാകെ വന്നപ്പോഴാണ് മാർഗഭ്രംശം വന്നത്. അമ്മായിയപ്പൻ ഭാര്യയുടെ ആങ്ങളാണ്, ഭാര്യയുടെ അപ്പനാണ്. എന്താ ഉദ്ദേശിക്കണത്? കുഞ്ഞുങ്ങളെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യൻ നന്നായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നിയാലും ചില സമയത്ത് നമ്മൾക്ക് നാളെ അത് മോശമായിട്ട് വരാം. അതാർക്കറിയാൻ പറ്റും? ദൈവത്തിനെ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ പറയണത്. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിരിപ്പ് സ്ഥലം ഇപ്പോൾ ലോണാണ്. ബാങ്കുകാരൻ കൃത്യമായിട്ട് പലിശ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഹോം സ്റ്റേക്കാരൻ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ ബാങ്ക് സമ്മതിക്കത്തില്ല, ജപ്തി ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. എന്താ കാര്യം? ആലോചന ദൈവത്തോട് ആലോചിക്കണം. ദൈവത്തിന് പണ്ട് മുതലുള്ള പരിപാടിയാണ് ആലോചന പറഞ്ഞു തരിക എന്നുള്ളത്. എല്ലാ കാര്യത്തിലും ഇടപെടും. അതുകൊണ്ടാണ് പൗലോസ് പോലും പറഞ്ഞത് എന്താണ്? എബ്രഹാം പറഞ്ഞ വാക്ക് തന്നെയല്ലേ, എല്ലാ തരത്തിലും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുവിൻ എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 1:4 പറയുന്നുണ്ട്. അതുതന്നെയാണ് ഉൽപ്പത്തി 24:1 എബ്രഹാത്തെ ദൈവം എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കണം. ദൈവത്തോട് ആണ് നീ ആലോചന ചെയ്യേണ്ടത്.
ദൈവം എങ്ങനെയാണ് പറയണത്? ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന്. അപ്പം ദൈവം ഉപദേശിച്ച് കഴിഞ്ഞാൽ നാളെ കാലം എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പം നേഴ്സുമാരുടെ ഒരു വിഷയം വന്നില്ലേ? കർത്താവിൻ്റെ ഉപദേശം ചോദിച്ചായിരുന്നു. ഒരു 3 കൊല്ലം മുമ്പ് കർണാടകത്തിലെ കുറേ കോളേജുകൾ അടച്ചുപൂട്ടി, നഴ്സിംഗ് കോളേജുകൾ. എന്താ കാര്യം? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്രഡിഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയ കുഞ്ഞുങ്ങളൊക്കെ ചില ആൾക്കാർ പഠനം നടത്തി, ചിലർ ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി ചെയ്തൊരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മെസ്സേജ്, കർത്താവ് ഇത് എന്നേക്കുമായിട്ട് പൂട്ടിയിടുകയാണോ, അതാ ഇതിന് നിയമങ്ങൾ ഭേദഗതി വരുമോ, ഈ കുഞ്ഞുങ്ങൾ 4 ലക്ഷം രൂപയൊക്കെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ തിരിച്ചു പോരേണ്ടി വരുമോ, അവരിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, സാധനം തിരിച്ചു തരുമെന്ന്, അതെല്ലാം തുറന്നു വരും മക്കളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ പോകുന്ന കോളേജ് പഠിത്തം ഉണ്ടെങ്കിൽ പഠിക്കുക, നീ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാലത്താവുമ്പോൾ കർത്താവ് നിയമം മാറ്റിയിട്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് തന്നോളും. അന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് അല്ലല്ലോ, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ അന്ന് തന്ന ഒരു സൂചനയാണ്. ഞാൻ പറഞ്ഞു, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു സമയം വരും. ഇപ്പോൾ എന്താ, നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാം സുപ്രീം കോടതിയിൽ പോയി, അവർക്ക് സുപ്രീം കോടതി വിധി ഉണ്ടായി. എന്താ വിധി ഉണ്ടായിരിക്കണത്? അതാത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല തീരുമാനിക്കേണ്ടത്, യൂണിവേഴ്സിറ്റിയുടെ കോളേജിൻ്റെ നഴ്സിംഗ് കോളേജിൻ്റെ അക്രഡിഷൻ തീരുമാനിക്കേണ്ടത് ആരാണ്? അതാത് സംസ്ഥാന സർക്കാരാണെന്ന്. അപ്പോൾ കർണാടക തീരുമാനിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ എന്താ, നമ്മൾ ദൈവത്തോട് ചോദിക്കാതിരുന്ന ആൾക്കാർ അന്ന് പഠനം നടത്തി പോകുന്ന ആൾക്കാരാണ്, കാശും പോയി അവരുടെ. നമ്മൾ ദൈവത്തിൻ്റെ തിരുസേനയിൽ നിൽക്കുമ്പോൾ എന്താണ്, ഞാൻ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. 32-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വചനം. നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശമാ. കൗൺസിലിങ്ങിൻ്റെ മലയാളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഉപദേശം എന്നതിൻ്റെ അർത്ഥം. ആരാ ഉപദേശിക്കേണ്ടത്? കർത്താവ് ഉപദേശിക്കണം. കർത്താവ് ഉപദേശിക്കണം. കർത്താവ് എങ്ങനെ ഉപദേശിക്കണത്? ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് 32:8 സങ്കീർത്തനത്തിലെ. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെ ഉപദേശിച്ചിരിക്കാം. പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റണ എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഷെയ്ക്കായി മാറും. അബദ്ധങ്ങൾ പറ്റണ അങ്ങനെ തന്നെയല്ല. ചില പറയും, അതായത് ഓരോരുത്തൻ്റെ എന്താണ് വ്യക്തി താല്പര്യത്താൽ അവൻ കുടുക്കിലാകുമ്പോഴാണ് അവൻ വഞ്ചിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കട്ടെ മക്കൾ, അങ്ങനെ വചനമുണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് എന്നേര് പറഞ്ഞേ, സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനമാണ് 1:14. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹ നിമിത്തമാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ആഗ്രഹമാണോ ദുർമോഹമാണോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. കാര്യം ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യം ഉണ്ടാകുമോ? ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. കാര്യം അവർക്കത് ശരിയാകും, നമ്മൾക്കത് ശരിയാകുമോ ഇല്ലയെന്ന് അറിയില്ല. അവിടെയാണ് എൻ്റെ ചില കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യിക്കുന്ന ചില കാര്യങ്ങളില്ലേ, നിങ്ങൾ കുടുക്കിലായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ചില കുടുക്കിലായ വിഷയങ്ങൾ അമ്മ ഈ വിഷയം ഏറ്റെടുക്കണം കൊണ്ടാണ് നിങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ പണി കിട്ടിയിരുന്നേക്ക്. അപ്പം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ ബുദ്ധിക്ക് എൻ്റെ ആലോചനയ്ക്ക് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? മറ്റ് ഫോറിൻ മാറ്റേഴ്സ് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ചില ആൾക്കാർ നമുക്ക് മലേഷ്യയിൽ പോകാം, നമുക്ക് ആസ്ട്രേലിയയിൽ പോകാം ഒക്കെ പറഞ്ഞ് ഉടനെ വീടും കിട്ടിയ ഒരു ഏജൻറ്റിനെ പുറത്ത് ഏജൻറ്റുമായിട്ട് കണ്ടുമുട്ടി. ഇത് ആര് കയ്യിൽ നിന്ന് കാശ് പോയി 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കാശ് കൊടുക്കാൻ ആരാ പറഞ്ഞത്? അവൻ തന്നെയല്ലേ പറഞ്ഞു. ഈ ആളെ കൊണ്ടുവന്ന ആരാ? ഇപ്പോഴാണ് തിരക്കണ ഓരോ കാര്യങ്ങൾ. അപ്പം തിരക്കില്ല, അപ്പം ബോധമില്ലായിരുന്നു, കുടുക്കിലായിപ്പോയി ഓരോരുത്തരുടെ. അപ്പം നമ്മളെപ്പോഴും നോക്കണം, അതായത് നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും
കർത്താവായ യേശുക്രിസ്തുവിൽ സംരക്ഷിക്കുമെന്നൊരു വചനമില്ലേ? ഫിലിപ്പിയർ 2:7 ഫിലിപ്പിയർ 2:7 എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞേ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവേൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവേൻ, അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിൽ ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും കർത്താവ് യേശുക്രിസ്തുവിലെ സംരക്ഷിക്കും. ഇപ്പൊ 2 കാര്യത്തിൽ സംരക്ഷണം വേണം. എന്തൊക്കെ വേണം? ഒന്ന് ചിന്തയ്ക്ക്, രണ്ടാമത്തത് ഹൃദയത്തിന്. 2 ഫാക്കൽറ്റിയാ. ചിന്ത കൊണ്ട് തിയറി ഉണ്ടാക്കും, ഹൃദയം കൊണ്ട് പ്രാക്ടിക്കൽ ഉണ്ടാക്കും. തിയറിയും പ്രാക്ടിക്കലും ചെയ്യണത് ആരാ? ചിന്ത മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല, ആശയപരിപാടി നിൽക്കും. ആശയം പ്രയോഗത്തിൽ വരുന്നത് ഇച്ഛാശക്തിയാണ്. അപ്പോൾ ദൈവം എന്താ പറയണത്? ഇച്ഛാശക്തിയുടെ മേൽ സംരക്ഷണം ഉണ്ടാകണം, അതുപോലെ തന്നെ ആശയത്തിൻ്റെ മേലും ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയുടെ മേൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇടതടവില്ലാതെ. അതാണ് പറയുന്നത്, എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയണതും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറയണതും ഒരേ മനസ്സാണ്. അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ ഈശോയും പറയും 18:1 ലൂക്കായുടെ സുവിശേഷത്തിലെ, നിരന്തരം പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വചനം പാലിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ആർക്കും നമ്മളെ മാർഗഭ്രംശം ചെയ്യാൻ പറ്റത്തില്ല, ആരും വേണം നമ്മളെ വഴിതെറ്റിക്കത്തില്ല. ഓരോരോ കാലത്ത് പോയി നമ്മൾ ചാടിയതല്ലേ. ആശുപത്രിക്ക് പോലും പോണത് എന്താ? ഇപ്പം സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോഴല്ലേ കാര്യങ്ങൾ മാറിയത്. ആദ്യം പറഞ്ഞ കേട്ടതാണെങ്കിൽ നമ്മൾ പോയിരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നേനാ. പിന്നെ എന്ത് പറ്റും? ബ്ലഡെല്ലാം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ വേണം. അപ്പം ഇങ്ങനെ വരുമ്പോൾ വഴിതെറ്റിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ നമ്മളെ നിർത്തും. രണ്ടാമത് എന്താണ്? നമ്മുടെ ചിന്തകളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ വികാരങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മളെ നിലനിർത്തി തരും. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയും വിടുതൽ പ്രാർത്ഥനയുമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക എല്ലാവരും. പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുക മക്കളെ. ഏറ്റവും മർമ്മപ്രധാനമായ ദൈവിക സ്പർശനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. കർത്താവേ, ഞാൻ അങ്ങയോട് തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ഈശോ. അനേകം സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും അങ്ങയുടെ തിരുസന്നിധാനത്ത് മക്കള് വേദനയോടെ എത്തിച്ചേർന്നിരിക്കുന്നു. അനേകം രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും അങ്ങയുടെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, അവരെല്ലാവരും ആയിരക്കണക്കിന് മക്കളെ നീ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. കർത്താവ് അവർക്കെല്ലാം ഈ അൾത്താരയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവേ ആലോചന നൽകണമേ, അനുഭവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ ഇപ്പോഴും പ്രകടമാക്കണമേ കർത്താവേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ഓ മരണത്തെ ജയിച്ചവനെ, ഓ മരണത്തെ ജയിച്ചവനെ, ഓ ജീവനെ പുനരുദ്ധരിച്ചവനെ, നിന്റെ വിജയശക്തി, ദൈവിക ശക്തി മക്കളുടെ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശു സ്വതമനെ കർത്താവെ, സന്ദേശം തരണേ കർത്താവ്. കർത്താവെ, സന്ദേശം തരണേ കർത്താവെ. കർത്താവെ, സന്ദേശം തരണേ കർത്താവ്. അനുഗ്രഹം ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പരിശുദ്ധ അമ്മയുടെ നിങ്ങൾ ഓർക്കേണ്ട ഇതാണ്. കൃപാസനത്തിൽ ആരാധന നടക്കുമ്പോൾ ജീവനുള്ള അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിൻ്റെ ഉടമ്പടി വിഷയങ്ങൾക്കെല്ലാം
ഉടമ്പടി ചെയ്യാത്തവനാണ് നീയെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ എത്തിച്ചേരുമ്പോൾ അമ്മയാണ് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതുണ്ടെങ്കിൽ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് തീരുമാനമുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവേദനെ ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ സെബസ്ത്യാനോസിന് നിങ്ങൾ നേർച്ച നേർന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ വലത് കാലിന് തുടയുടെ പുറകുഭാഗം എപ്പോഴും ഇങ്ങനെ തടിച്ച് കുരുക്കൾ വന്ന് പഴുത്ത് രക്തം ഒലിച്ചങ്ങനെ ഇരിക്കും. അത് മാറണില്ല. ഇപ്പോഴും ഈശോ ഈ ആരാധനയിൽ ആ രോഗത്തെ പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കുന്ന. ഹല്ലേലൂയ. ആരാധന. ഒരു അടിഭാഗം ഒരു ത്രികോണത്തിൻ്റെ വലിപ്പത്തിൽ ശ്രദ്ധിക്കുക. വയറിൻ്റെ അടിഭാഗം, നേരെ അടിഭാഗമല്ല, ഇടതുവശത്ത്, ഊടിൻ്റെ നേരെ ഇടതുവശത്ത് ഒരു ത്രികോണത്തിൻ്റെ സ്കാറിങ് മാർക്കുണ്ട്. എന്നിട്ട് ആ ത്രികോണത്തിൻ്റെ മുനയിൽ നിന്ന് രക്തം പൊടിയുന്ന അസുഖമുണ്ട്. ആ രക്തം പൊടിയുന്ന സ്ഥലങ്ങളിൽ തൊലിക്ക് കളർ വ്യത്യാസമുണ്ട്. അത് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ആ വ്രണത്തെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. ചെയ്തവനെ നടുവേദനയെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇപ്പോഴും കലശലായ നടുവേദന ഉള്ളവരെ 2 തരത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നടുവേദന ഉള്ളവരെ ഇപ്പം തന്നെ നടുവിനെ നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാത്തവർ വീട്ടിലുള്ളവരാണ് നടുവേദനയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ അവരുടെ നടുവേദന മാറിയിരിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. നടുവേദനകളെ യേശുവിന്റെ നാമത്തില് മൂലകാരണങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ചെവിയെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ചെവിയെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. അതായത് അത് ഇടത് ചെവിയെയാണ്. ഇടത് ചെവിയെ സുഖപ്പെടുത്തുന്ന സന്ദേശമാണ് ഈശോ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ചെവി വേദനയുള്ളവരെല്ലാം, ചെവിക്ക് ഗുരുതരമായ തകരാറുകളുള്ളവരെ, കേൾക്കാൻ പാടില്ലാത്തവരോ, ചെവിക്ക് അകത്ത് പഴുപ്പുള്ളവരോ, എപ്പോഴും പഴുപ്പ് പുറത്തേക്ക് വരുന്നവരോ, ഇൻഫെക്ഷൻ ഉള്ളവരോ, ഇൻഫെക്ഷൻ മാറാത്തവരോ, എപ്പോഴും തലനീറിറങ്ങിയിട്ട് ചെവി വന്ന് കെട്ടിക്കിടന്നിട്ട് ചെവി കേൾവി കുറയുന്നവരോ എല്ലാവരും ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കുക. ചെവി വേദന ഉള്ളവരെ, വീട്ടിൽ ചെവി കേടുള്ളവരെ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ യേശുക്രിസ്തു ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കണ്ണ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് മക്കളെ, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളവരെ ശ്രദ്ധിക്കുക. കർത്താവ് തരുന്ന സന്ദേശം അനുസരിച്ചാണ് പ്രാർത്ഥന മുന്നോട്ട് പരിശുദ്ധാത്മ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനും നടക്കണ കാര്യങ്ങളാണ്. നടക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളല്ല, നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് പ്രാർത്ഥനയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷയമുള്ളത്, ഒരു പെൺകുഞ്ഞ്, പക്ഷേ അവൾ കൊച്ചാണ്, വളരെ കൊച്ച്, ഒരു 4 വയസ്സെങ്കിലേ കാണത്തുള്ളായിരിക്കും. ഈ കുഞ്ഞിന് ബ്ലീഡിംഗ് ഉണ്ട്. ആ കുഞ്ഞിനെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ.
കർത്താവേ, ബിൽഡിങ്ങുള്ള എല്ലാവരെയും സ്പർശിക്കണേ കർത്താവേ. കർത്താവ്, ബിൽഡിങ്ങുള്ള എല്ലാവരെയും സ്പർശിക്കണേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ. യേശു ക്രിസ്തു ശക്തി ബിൽഡിങ്ങിനെ കൊടുക്കട്ടെ. യേശു ക്രിസ്തുവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ബിൽഡിങ് സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം തന്നതുകൊണ്ട് നമുക്ക് രക്തസ്രാവത്തിൻ്റെ എല്ലാ മേഖലകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാം. രക്തസ്രാവത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ചിലപ്പോൾ മാസപ്പതിവ് ഇല്ലാത്തവരുണ്ടാകാം. അത് വല്ലാത്ത മാനസിക രോഗം പോലും ഉണ്ടാക്കി കളയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ. ചില ആൾക്കാർക്ക് മാസപ്പതിവ് ഒത്തിരി കാലം കഴിഞ്ഞ് ഒത്തിരി ഇൻബിറ്റ്വീൻ കുറേ സമയങ്ങൾ വരും, 6 മാസം കൂടുമ്പോഴൊക്കെ ആയി പോകും. ചില ആൾക്കാർക്ക് ഈ വിഷയത്തിൽ കടുത്ത വേദനയും ഛർദിയും അത് കേൾക്കുമ്പോൾ ആ ദിവസം വരുമ്പോൾ തന്നെ ബോധക്കേട് തോന്നുന്ന രീതിയിലുണ്ടാകും. ചിലക്ക് മക്കളില്ലാത്തതിൻ്റെ കാരണം മാസപ്പതിവ് തന്നെ ക്രമം തെറ്റിയിട്ട് ഉണ്ടാകുന്ന ഡിസോർഡർ ആകാം. അതുകൊണ്ട് ഇപ്പോൾ ഈശോ ഈ മെസ്സേജ് വെളിപ്പെടുത്തിയ കാരണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഈ മേഖലയിലെ ഓരോ തരത്തില് വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളും ലൂക്കായുടെ സുവിശേഷം 8:46 അനുസരിച്ച് കൊണ്ട് യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്നു. രക്തസ്രാവങ്ങള് സുഖപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ രോഗമില്ലെന്ന് വിചാരിച്ചോ, അതിന് ദൈവത്തോട് അതിന് നന്ദി പറയണം. ഇതെൻ്റെ രോഗമല്ലെന്നല്ല പറയേണ്ടത്. കർത്താവേ, ഇതിൽ നിന്ന് എന്നെ സംരക്ഷിച്ചതിന് നന്ദി എന്ന് പറയണം. രണ്ടാമത്, നിങ്ങളുടെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും ഇതൊന്നും വരാൻ പാടില്ല. അവരറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം, കർത്താവ്, ഇന്ന വ്യക്തിയുമായിട്ട് എനിക്ക് പരിഭവങ്ങളുണ്ട്, എനിക്ക് വൈരാഗ്യം ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നോടുണ്ട്, എങ്കിലും അങ്ങനെയുള്ള വ്യക്തിക്ക് ഇന്ന രോഗമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ആ വ്യക്തിയെ നീ സുഖപ്പെടുത്തണം. നിൻ്റെ ശത്രുക്കൾ എന്ത് രോഗമായാലും സൗഖ്യപ്പെടാൻ വേണ്ടി നീ ഇപ്പോൾ ഓർക്കണം. മനസ്സിലെ നിൻ്റെ ശത്രുക്കൾ, അതായത് നിൻ്റെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നിൻ്റെ സ്വന്തപ്പെട്ട ആര് തന്നെയായാലും, പ്രത്യേകിച്ച് ശത്രുക്കൾ, അതായത് ഒരു രോഗവും ആർക്കും വരാൻ പാടില്ല മക്കളെ. ഒരു രോഗം ഒരു മൃഗങ്ങൾക്ക് പോലും വരാൻ പാടില്ല. അതായത് മനുഷ്യൻ വേദനിക്കരുതെന്ന്, ഒരു മനുഷ്യനും ജീവജാലങ്ങളും വേദനിക്കരുതെന്ന് നിൻ്റെ മനസ്സിൽ എന്നാണ് തോന്നുന്നത്, അന്ന് നീ ദൈവ പൈതലായി മാറും. അതുകൊണ്ട് ദൈവ പൈതലിന് അടുത്ത അവകാശം നേടാൻ വേണ്ടി, യോഗ്യത പ്രാപിക്കാൻ വേണ്ടി, നിന്റെ ശത്രുക്കൾ സൗഖ്യമാകാൻ വേണ്ടി നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ശത്രുക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന, എൻ്റെ പരിചയക്കാരെ സമർപ്പിക്കുന്ന, മാരക രോഗങ്ങളെ, തീരാവേദികളെ ഈ നിമിഷം അവരെ ബാധിക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഇതെല്ലാം നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം നിങ്ങൾ അച്ഛൻ പറയുമ്പോൾ ഭാഷാപരത്തോടെയും സ്തുതിപ്പോടെയും പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലകളെല്ലാം ദൈവികമായ ശാസന പ്രാർത്ഥന നടത്തിയിട്ട് അതിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കുന്ന വലിയ നിമിഷമാണിത്. ആദ്യം കൈകൾ കൂപ്പി അച്ഛൻ മനസ്സിൽ പറയുന്ന, നിങ്ങളോട് പറഞ്ഞു തരുന്ന ഓരോ വിഷയങ്ങളും സമർപ്പിക്കുന്ന കർത്താവ് എന്ന് പറയണം. മക്കളില്ലാത്തതിൻ്റെ പേരിൽ മാനസികമായിട്ട് അകന്നുപോയ ദമ്പതികളെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഡൈവേഴ്സ് പോലും ആവശ്യപ്പെടുന്ന ദമ്പതികളെ, വിവാഹത്തിന് തടസ്സമുള്ളവരെ, ഭവനരഹിതരെ, വീട് സ്ഥലമില്ലാത്തവരെ സമർപ്പിക്കുന്നു കർത്താവേ. സ്ഥലം സംബന്ധമായ കേസിൽ അകപ്പെട്ടവരെ സമർപ്പിക്കുന്നു കർത്താവേ. ഭാഗ ഉടമ്പടി നടക്കാത്തവരെ സമർപ്പിക്കുന്നു കർത്താവേ. ഭാഗ ഉടമ്പടി കേസിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ.
അതിർത്തി തർക്കമുള്ളവരെ സമർപ്പിക്കുന്ന കർത്താവേ, മറ്റ് ക്രിമിനൽ കേസിലും ജയിലിലും കിടക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, കേസിൽ നല്ലൊരു തീരുമാനം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ, സമർപ്പിക്കുന്ന കർത്താവേ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, സമർപ്പിക്കുന്ന കർത്താവേ, ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, പരീക്ഷ എഴുതി കഴിഞ്ഞവരെ, സമർപ്പിക്കുന്ന കർത്താവേ, റീവാലുവേഷന് വിട്ടിരിക്കുന്നവരെ, സമർപ്പിക്കുന്ന കർത്താവേ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, സമർപ്പിക്കുന്ന നൈപുണ്യ പരീക്ഷകളൊക്കെ ഒരുങ്ങുന്നവരെ, സമർപ്പിക്കുന്ന കർത്താവേ, പലതരത്തിലുള്ള ബന്ധനങ്ങളിലും ബന്ധനം അകപ്പെട്ടിരിക്കുന്നവരെ, സമർപ്പിക്കുന്ന കർത്താവേ, പ്രിയമുള്ളവരെ, വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, സമർപ്പിക്കുന്ന കർത്താവേ, വിസ, ടെസ്റ്റ്, ഇൻ്റർവ്യൂ, PR, എമിഗ്രേഷൻ മുതലായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, സമർപ്പിക്കുന്ന കർത്താവേ, ഉടമ്പടി ചെയ്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ, സമർപ്പിക്കുന്ന കർത്താവേ, ഉടമ്പടി ചെയ്യാത്തവരിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ, സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ മക്കൾ ഈ നിമിഷം ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് നല്ലവനായ ഈശോ ഇതിൻ്റെ ഉന്നതമായ നാമത്തിൽ, ഈശോ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേലെ കർത്താവിൻ്റെ കാരുണ്യം ശരിയായിട്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി ഇപ്പോൾ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, അവസാനമായി മൗന പ്രാർത്ഥനയുടെ സമയമാണ്. വിഷയം അച്ഛൻ പറയാം. കൃപാസനത്തിലെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സമയസൂചന നൽകുന്ന അമ്മയാണ്. തീയതിയും സമയവുമൊക്കെ കൃപാസനം പ്രാർത്ഥനയുടെ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കണം. പല കാര്യങ്ങളും നടക്കണ എപ്പോഴാണ്? സമയങ്ങളിലാണ്, അല്ലേ? ഓരോ സമയത്ത്. അപ്പം നിങ്ങൾക്ക് സന്തോഷകരമോ ഉത്കണ്ഠാകരമായ സമയങ്ങളെ ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. സന്തോഷകരമോ ഉത്കണ്ഠാകരമായ സമയങ്ങൾ കുറിക്കപ്പെട്ടിട്ടില്ലേ? ഉദാഹരണത്തിന് സന്തോഷകരമായ സമയം ചിലപ്പോൾ നിൻ്റെ വിവാഹ ഡേറ്റ് ആയിരിക്കും, അല്ലെ മനസ്സമ്മത ഡേറ്റ് ആയിരിക്കും. ആ ഡേറ്റ് ഇപ്പോൾ അമ്മയെ ഏൽപ്പിക്കണം. ആ ഡേറ്റ് സംരക്ഷിക്കപ്പെടണം. ചിലപ്പോൾ നിൻ്റെ സാമ്പത്തികമായ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ചിലപ്പോൾ വല്ല ലോണോ എന്തിൻ്റെ ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വസ്തു വിൽപ്പന ഡേറ്റ് ആയിരിക്കും. അത് നിനക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മ വഴി ആ തീയതി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. ആ തീയതി സമർപ്പിക്കണമെന്ന് പറയണം. മനസ്സിൽ പറഞ്ഞാൽ മതി. ചിലപ്പോൾ നിന്റെ യാത്ര ഡേറ്റ് ആയിരിക്കാം. ജോലി സംബന്ധമായ യാത്രയുണ്ട്, ബിസിനസ് സംബന്ധമായ യാത്രയുണ്ട്. അതിൻ്റെ ഡേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇന്ത്യയുടെ അകത്തായിരിക്കും, ചിലപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലായിരിക്കും, ചിലപ്പോൾ പുറത്തേക്കായിരിക്കും. ആ ഡേറ്റുകൾ ഇപ്പോൾ അനുസ്മരിച്ച് മാതാവിനെ സമർപ്പിക്കേണ്ടതാണ്. ഡേറ്റ് സമർപ്പിക്കുമ്പോൾ സ്ഥലവും സമർപ്പിക്കണം. കാനായിൽ തന്നെ അത്ഭുതം വേണമെന്ന് സ്ഥലം നിശ്ചയിച്ചത് അമ്മയാണ്. അപ്പം ഡേറ്റ്, സ്ഥലവും ദേശവും കാലവും ഒക്കെ നിശ്ചയിക്കുന്നത് അമ്മയാണ്. ഭൗതികമായ അനുഗ്രഹങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരം, സ്വാധീനിക്കാനുള്ള അധികാരം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് നിനക്ക് സ്ഥലവും സമർപ്പിക്കാം. നീ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, നിനക്ക് പ്രൊമോഷൻ വന്നിട്ട് ട്രാൻസ്ഫർ ആകാനുള്ള സ്ഥലം ഒക്കെ സമർപ്പിക്കാം. നിനക്ക് വീട് വെക്കാനുള്ള സ്ഥലം സമർപ്പിക്കാം. PSC ആണെങ്കിൽ നിനക്ക് പരീക്ഷ എഴുതാനുള്ള സ്ഥലം സമർപ്പിക്കാം, സെൻറ്റർ സമർപ്പിക്കാം, അതിൻ്റെ ഡേറ്റ് സമർപ്പിക്കാം. മത്സര പരീക്ഷ, യോഗ്യതാ പരീക്ഷയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡേറ്റ്, സ്ഥലവും നിനക്ക് സമർപ്പിക്കാം. സെൻറ്ററും ഡേറ്റ് ആൻഡ് സെൻറ്റർ ഇപ്പോൾ സമർപ്പിക്കാം. ഡെലിവറി ആണെങ്കിൽ ഡെലിവറി സമയം സമർപ്പിക്കാം. ഇപ്പോൾ 2 മാസവും 3 മാസവും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഇത്ര മാസം ഇന്ന മാസത്തിൽ വരും ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ നിനക്കറിയാമെങ്കിൽ ആ മാസം നമുക്ക് സമർപ്പിക്കാം. ഡേറ്റ് പിന്നെ കിട്ടത്തേ ഉള്ളായിരിക്കും, പക്ഷെ അതിൻ്റെ ദൈവം നിശ്ചയിക്കുന്ന ഡേറ്റ് കിട്ടാൻ വേണ്ടി നീ പ്രഗ്നൻ്റ് ആണെങ്കിൽ സമർപ്പിക്കാം. അങ്ങനെ വ്യത്യസ്തമായ ഡേറ്റുകളും സമയവും സ്ഥലവും ഇപ്പോഴേ സമർപ്പിക്കുക.
കൃപാസനത്തിലെ അമ്മ സ്ഥലകാലങ്ങളുടെ മേൽ അധികാരി മാതാവിനെയാണ് ഉടമ്പടി പ്രഘോഷിക്കപ്പെടുന്നത്. അത് നിൻ്റെ ജീവിതത്തിൻ്റെ ഭൗതിക മണ്ഡലങ്ങളെല്ലാം സ്വാധീനിക്കാൻ ശക്തിയുള്ള മറിയത്തിൻ്റെ മാധ്യസ്ഥമാണ്. എനിക്ക് പരിചയമുള്ള എല്ലാ ഡേറ്റുകളും. ചില കടങ്ങൾ ഇന്ന ദിവസം വീട്ടിലെങ്കിൽ ജപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സങ്കടത്തിൻ്റെ ഡേറ്റും ഉണ്ടാകാം, അത് നിനക്ക് സമർപ്പിക്കാം. ചില ഒത്തുതീർപ്പുകൾ, ചർച്ചകൾ, കേസുകൾ നടക്കുന്ന ഡേറ്റ് ഉണ്ട്, അത് നിനക്ക് സമർപ്പിക്കാം, അവനുമായി സമർപ്പിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കൾ മനസ്സിൽ അവരുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ, സ്ഥലവും സമയവും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോ. അത് സാക്ഷ്യമാക്കി മാറ്റുവാൻ, മക്കളെ സന്തോഷിപ്പിക്കുവാൻ നീ ആ സ്ഥലകാലങ്ങളുടെ മേൽ നിൻ്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാപന ആശീർവാദം. നേർച്ച വസ്തുക്കൾ എടുക്കുക കയ്യിൽ. നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, 2 ആശീർവാദം കഴിയുമ്പോൾ ഈശോനെ അച്ഛൻ കൊണ്ട് അടക്കും. ദിവ്യകുർബാനെ അടക്കം ചെയ്യുമ്പോൾ ഇവിടെയുള്ളവരൊന്നും ദിവ്യകുർബാനെ തൊട്ട് തടുത്ത് പിടിക്കരുത്. ഇങ്ങോട്ട് വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛൻ വരുമ്പോൾ ഭയങ്കര ഞെരുക്കമാണ് ഇവിടെ, അതുകൊണ്ട് അങ്ങനെ പറയണത്. 2 ഗേറ്റുകൾ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ 2 ഗേറ്റ് ഉണ്ട് തെക്കുവശത്ത്. ആ ഗേറ്റിലൂടെ ആൾക്കാർക്ക് പുറത്ത് പോകാവുന്നതാണ്. നിങ്ങൾ എങ്ങനെ കൂടി പുറത്ത് പോയാലും പുറത്ത് വന്നിട്ട് നമ്മുടെ പ്രേക്ഷിത പത്രം നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. പ്രേക്ഷിത പത്രം ദൈവാനുഗ്രഹത്താൽ 5 ലാംഗ്വേജിലുണ്ട്: മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴ്. അടുത്ത ആഴ്ച ഒരു തെലുങ്ക് പത്രവും സന്ദേശപത്രമായിട്ട് വരുന്നുണ്ട്. ഈ പത്രങ്ങളെല്ലാം നമ്മൾ ഈ സമയത്ത് ആശീർവദിക്കും. നിങ്ങളെപ്പോഴും ഓർക്കേണ്ട, കൃപാസനത്തിൽ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം എന്താണ്? ആത്മാക്കളുടെ വീണ്ടെടുപ്പാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യണത് എന്താ? പത്രം വാങ്ങിച്ച് നമ്മൾ തന്നെ പ്രാർത്ഥനാപൂർവ്വം കൊടുക്കുമ്പോൾ ഉള്ളിൽ പ്രാർത്ഥിക്കും, കർത്താവേ, പത്രം വാങ്ങിക്കുന്നവർ നിന്നെ കണ്ടെത്തി ജീവിക്കാൻ ഇടയാക്കണമേ. ഉടമ്പടിയിൽ നമ്മൾ ഏറ്റെടുത്ത അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവൻ പറഞ്ഞതാണ് ലോകം മുഴുവനും പോയി എല്ലാ ശിശുക്കളോടും സുവിശേഷം പ്രസംഗിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷ പത്രം മേടിച്ച്, കർത്താവിൻ്റെ വാക്കും പ്രവൃത്തിയുമാണ് ആ പത്രത്തിലുള്ളത്. കർത്താവ് 1 മാസം ചെയ്ത പ്രവൃത്തികളും സന്ദേശം വന്നിട്ടുള്ള വാക്കുകളുമാണ്. വെന്ത ബൈബിളാണ് ആഹാരം പോലെ. അതാര് വായിച്ചാലും അവർക്ക് കർത്താവിനെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെയാണ് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വന്നത്. ഈ സാക്ഷ്യം പറഞ്ഞ ആൾക്കാരെല്ലാം അങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്ന് ഓർക്കണം. അതുകൊണ്ട് പത്രം വാങ്ങിക്കുക മാത്രമല്ല, പത്രം വാങ്ങിച്ച് കൊടുക്കണം. പണമുള്ളവർ പണം ഉള്ളതുപോലെ തന്നെ കൊടുക്കണം. 1000 പത്രം മേടിക്കാൻ കഴിവുള്ളവൻ 25 പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ കർത്താവിനെ തൂക്കി നോക്കരുത്. 25 പത്രം പോലും മേടിക്കാൻ കഴിവില്ലാത്തവരോടാണ് ഏറ്റവും കുറഞ്ഞ 25 പത്രം മേടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവരോടും പറഞ്ഞിരിക്കണതല്ല. നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് കർത്താവിന് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾക്ക് 50 പത്രമോ 100 പത്രമോ മേടിക്കാൻ കഴിവുണ്ടെന്ന് കർത്താവിന് അറിയാമെങ്കിൽ നിങ്ങളുടെ സമ്പത്തിന് ആനുപാതികമായിട്ട് വേണം പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ആൾക്കാരെല്ലാം
കോടിക്കണക്കിന് രൂപ ജീവൻ ഉൾപ്പെടെ തിരിച്ചു കിട്ടിയ ആൾക്കാരാണ്. ആ അനുഗ്രഹത്തിന് മുമ്പിൽ നിൻ്റെ 50 പത്രത്തിന് ഒരു വിലയുമില്ല. അത് ഓർത്തേക്കണം. നിനക്ക് തരണതെന്ന് പറഞ്ഞത് 50 പത്രത്തിന് പകരം 5 ലക്ഷം പത്രത്തിൻ്റെ പണം, അതിൻ്റെ ചിലവാണ് നിനക്ക് തരണത്. ആ ഒരു ബോധത്തിൽ വേണം, ആ ഒരു വിശ്വാസം ഉള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ചെയ്യേണ്ടത്. ഉടമ്പടി ചെയ്തിട്ട് കർത്താവുമായിട്ട് വാഗ്വാദം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരെങ്കിലും വിശ്വാസം കുറഞ്ഞവരുണ്ടാകുമല്ലോ. അവരെ പതുക്കെ പ്രാർത്ഥിച്ച് വിശ്വാസം പ്രാപിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഉടമ്പടി പുതുക്കിയ ആൾക്കാർ, രണ്ടാമത് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. ഉടമ്പടി പുതുക്കണം എന്ന് വെച്ചാൽ 1 കൊല്ലമാണ് ഉടമ്പടി ഉള്ളത്. അപ്പോൾ 3 മാസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അതിൻ്റെ പത്രമുണ്ട്. അത് നിങ്ങൾ തന്നെയാണ് കൂടിയത്, പ്രാർത്ഥന കൂടിയതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സീനിയർ കൗൺസിലേഴ്സ് അത് മാർക്ക് ചെയ്ത് തരും. ചില ആൾക്കാർ ആദ്യം വന്ന് പ്രാർത്ഥന കൂടും, പിന്നെ വന്ന് ആരെങ്കിലും കൊണ്ട് പത്രം വാങ്ങിപ്പിച്ച് വീട്ടിൽ ഇരിക്കും. അത് കള്ളത്തരവാണ്, അത് ഉടമ്പടിയല്ല. അത് നിങ്ങളാരും അങ്ങനെ ധരിക്കരുത്. നിങ്ങളെക്കാൾ മണ്ടനാണ് ദൈവമെന്ന് വിചാരിക്കരുത്. അവരാണ് അങ്ങനെ പൊട്ടത്തരം കാണിക്കുന്നത്. കാരണം നാത്തുവിനെ വിട്ടും അയൽവാസിയെ വിട്ടും പത്രം മേടിപ്പിച്ചെടുക്കും. എന്നിട്ട് 3-ാം മാസം ആകുമ്പോൾ പത്രം കൊണ്ടുവരും, പത്രം കൂടിയതാണെന്നും പറഞ്ഞ്. ചിലപ്പോൾ ഇന്ന് കമ്മ്യൂണിസേഷനെ പറ്റിക്കാൻ പറ്റുമായിരിക്കും, തിരക്കായ കാരണം പറ്റിക്കാൻ പറ്റും ചിലർ. എന്നാലും അവർ ശ്രദ്ധിക്കും ഈ വിഷയം. നിങ്ങളുടെ പമ്മൽ കാണാൻ പറയാൻ പറ്റും കള്ളത്തരമാണെന്ന്. പക്ഷേ മെസ്സേജിലോട്ട് വരുമ്പോൾ പണിയായിരിക്കും. മെസ്സേജിലോട്ട് വന്നാൽ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടണം തന്നെയല്ല, നിങ്ങളെ ഇങ്ങനെ ദൈവത്തിനെ പറ്റിക്കുന്ന ഫ്രോഡ് പാർട്ടി ആയ കാരണം മെസ്സേജ് ബ്ലോക്ക് അടിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ പിടിക്കും. അത് എപ്പോഴായാലും നിങ്ങൾക്കിപ്പോൾ കാണുന്നതിനൊക്കെ ഒരു പ്രശ്നവുമില്ല. കാര്യം 1 കൊല്ലത്തെ ചീട്ടെടുത്ത് പോയെന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് കൗൺസിലിങ്ങിനാണ്. പക്ഷേ എമർജൻസി വന്നു കഴിഞ്ഞാൽ അച്ഛൻ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടിരിക്കും. ഒരു എമർജൻസി വന്നാലേ, നിങ്ങൾക്കൊരു എമർജൻസി ഉണ്ടായാൽ തീർച്ചയായിട്ടും. അപ്പോൾ എപ്പോഴാണ് ചോദിക്കണേ, എന്താ ഉടമ്പടി പുതുക്കിയതാണെന്നേ ചോദിക്കത്തുള്ളൂ. ഉടമ്പടി പുതുക്കിയതാണ്, ഈ മാസത്തെ കാർഡ് ഉണ്ടാകുന്നേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഇപ്പം ചെയ്യണത് ഒരു 25-30 പേരെ വരെ പ്രാർത്ഥനാ ദിവസം എടുക്കും. ക്യാൻസർ രോഗികളെ ഇപ്പോൾ പ്രാർത്ഥിക്കും. ക്യാൻസർ രോഗികളെ, തൈറോയ്ഡ് രോഗികളെ ഒരു 50 പേരെ ഇപ്പോൾ പ്രാർത്ഥിക്കും. അച്ഛൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ക്യാൻസർ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, അങ്ങനെയുള്ളവരെ ചിട്ട് വാങ്ങിക്കാം അവിടെ പോയി. ചില ആൾക്കാർ വിവരം പറഞ്ഞൊക്കെ മരുന്ന് മേടിക്കും. അങ്ങനെ ചെയ്യരുത്. കാര്യം നിങ്ങൾ പണ്ട് ക്യാൻസർ ഉണ്ടായിരുന്നു പറഞ്ഞ് ഇപ്പോൾ ഒന്ന് ചിട്ട് മേടിച്ചുകൊണ്ട് പറഞ്ഞാൽ കാണാം. അങ്ങനെ പേടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ സമയം പരിമിതമായത് കാരണം യഥാർത്ഥ രോഗികൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരാണ് പോയി ഓഫീസിൽ നിന്ന് ചിട്ട് മേടിക്കേണ്ട. ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, അവൻ്റെ കിഡ്നി രോഗികൾ, അങ്ങനെയുള്ള രോഗികളാണ് പോയിട്ട് ചിട്ട് മേടിക്കുക. 50 ചിട്ട് വരെ അവർക്ക് കൊടുക്കാൻ അനുവാദമുണ്ട്. അപ്പോൾ അത്രയും കടുത്ത ആൾക്കാരെ പോകേണ്ട കാര്യമുള്ളൂ. കാര്യം ഈ പ്രാർത്ഥന മതി അവർക്ക് സുഖപ്പെടാൻ. പിന്നെ ഉടമ്പടി തൈലമുണ്ട് കയ്യിൽ. ഈ ആൾക്കാരെല്ലാം സൗഖ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഉടമ്പടി തൈലവും ഉപ്പും കൂടി ചേർത്ത്, ഉടമ്പടി ഉപ്പ് കൂടി ഉൾപ്പെടുത്തി കൃപാസനത്തിൻ്റെ നേർച്ച വസ്തു എന്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. അതായത് കിഡ്നി പുതുതായി വരുന്നു, കരൾ പുതുതായി വരുന്നു, ഇതെല്ലാം ഉടമ്പടി ചേർത്തിട്ടാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് കൃപാസനത്തിനകത്തുനിന്ന് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. പുറത്തിരിക്കുന്നവർ, നാട്ടുകാർ വിൽക്കണ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുവല്ല, അത് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. അത് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് കൃപാസനം വാദിക്കുന്ന ആളെ മേടിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാര്യം അത് ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് അൾത്താറെ വെച്ച് 12 പ്രാവശ്യം വെഞ്ചരിക്കേണ്ടതാണ് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം. അത് കുർബാന ചൊല്ലി, കുർബാന ഉടുപ്പ് കഴിച്ചിടാതെ വെഞ്ചരിക്കേണ്ടതാണ്. അത് കൃപാസനത്തിൻ്റെ ഉള്ളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ മതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റോറിൽ മതം കിട്ടത്തുള്ളൂ. പറഞ്ഞ് വേണം ഈ നേർച്ച വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ. അപ്പം അതുകൊണ്ട് അത് വളരെ സീരിയസ് വിഷയമാണ്. കാര്യം നിങ്ങളിവിടെ ഉപയോഗിച്ച് നിങ്ങൾക്കത് ഫലമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാങ്ങിച്ചിരിക്കുന്ന സാധനം പൊട്ടയാണ്, കർത്താവുമായിട്ട് ബന്ധമില്ലെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയണം. കാര്യം ലോകത്ത് ധ്യാനകേന്ദ്രങ്ങളിൽ ഒന്നും നേർച്ച വസ്തുക്കളില്ല. ഇത് അമ്മയുടെ ധ്യാനകേന്ദ്രമായതുകൊണ്ടാണ് ഇത്രയും നേർച്ച വസ്തുക്കൾ വരുന്നത്. എല്ലാ നേർച്ച വസ്തുക്കൾക്കും ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആ റെഫറൻസ് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിക്കാണ് ഈ വിശ്വാസ പ്രമാണം നമ്മൾ ചെല്ലേണ്ടി വരുന്നത്. ഓരോ വിഷയം പത്രം അച്ഛൻ പറയത്തില്ല, പക്ഷെ പത്രം ഹോസ്പിറ്റൽ മിഷൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആയത് കാരണം അമ്മ പത്രം വഴി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
അതൊന്നും നമ്മുടെ പത്രത്തെ പ്രസിദ്ധീകരിക്കത്തില്ല. കാര്യം പത്രത്തിന് അങ്ങനെ ഒരു നേർച്ച വസ്തുവാണെന്ന രീതി ബൈബിളിൽ റെഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ പത്രത്തിൽ ഇപ്പോഴത് പ്രസിദ്ധീകരിക്കാത്തതിൻ്റെ കാരണം. പക്ഷെ അമ്മ അത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സ്വകാര്യമായ വിശ്വാസവും അമ്മയും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ പ്രാർത്ഥന നിങ്ങളെ ഒന്ന് പുതുക്കി, ചില ആൾക്കാർ ഒന്ന് പുതുക്കിയ പിന്നെ ചിലർ 2 മാസം കഴിയുമ്പോൾ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതും കൊണ്ട് വരും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും, കാര്യം പുതുക്കിയിരിക്കണം കാരണം, പക്ഷേ മെസ്സേജിലോട്ട് പോകത്തില്ല. കാര്യം എന്താ, ആ പുതുക്കിയതിന് ശേഷം പ്രാർത്ഥന കൂടിയിട്ടില്ല, ആള് ആ പത്രം കാണത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങളിങ്ങനെ കർത്താവിനൊക്കെ കണക്ക് പറയുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ നിങ്ങളെ സഹായിക്കേണ്ട ബാധ്യതയില്ലല്ലോ. കഷ്ടം കഴിഞ്ഞ് കണക്ക് പറയേണ്ട കാര്യമില്ല കർത്താവിനോട്. ആത്മാർത്ഥവും സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ വേല ചെയ്യേണ്ടതാണ്. ഒരു രോഗം വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ എന്തുമാത്രം വിഷമം നമ്മൾ അതിനെ അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പം നിസ്സാരമായിട്ട് അത് വരാതിരിക്കാനും സാക്ഷ്യം പറയാനും വേണ്ടി എൻ്റെ മക്കൾ സന്തോഷത്തോടെയാണ് കർത്താവിൻ്റെ പ്രേക്ഷിത വേല ചെയ്യേണ്ടത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധ്യാനം കൂടുന്നതിന് ഓപ്ഷൻ അല്ലത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാനല്ല പറഞ്ഞിരിക്കണത്. 6 കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കണത്. അതിന് 6 പ്രാർത്ഥനയാണ് നിങ്ങൾ കൂടേണ്ടത്. അത് ഒരു പ്രാർത്ഥന മാത്രമേ കൃപാസനത്തിൽ വന്ന് കൂടേണ്ട കാര്യമുള്ളെന്ന് പറയാൻ കാര്യം ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ പ്രാർത്ഥന കൂടേണ്ടതായിരുന്നില്ല, ഇവിടെ സ്ഥലമില്ല, നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 5 എണ്ണം വീട്ടിലിരുന്ന് കൂടാൻ വേണ്ടി ഫേസ്ബുക്ക് തന്നിരിക്കുന്നത്, അതുപോലെ തന്നെ യൂട്യൂബും തന്നിരിക്കുന്നത്. നമുക്കാണ്ട് 7 ലക്ഷം രൂപ 15 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ സംഭവം എത്തിക്കണതിന്. നിങ്ങൾ ഇത് കാണുന്നില്ലേ വീട്ടിലിരുന്ന്, അതിന് നമുക്ക് ചിലവായിരിക്കുന്ന 15 ലക്ഷം രൂപയാണ്. മീഡിയ റൂം ഉൾപ്പെടെ ഷാരോൺ ടി വിയിൽ നിങ്ങൾ കാണുന്നതിന് നമുക്ക് 10 ലക്ഷം രൂപയാണ് ചിലവ് സ്റ്റുഡിയോ ചെയ്തതിന്. ഈ സംഭവം കർത്താവിൻ്റെ വചനം നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ വേണ്ടി നമുക്ക് ചിലവായിരിക്കുന്ന 1/4 കോടി രൂപയാണ്. അപ്പോൾ അത് അത്രയും കഷ്ടപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത് ചെയ്യണത്? കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് എത്താൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ മക്കളത് ഉപയോഗിക്കണ്ടേ? അപ്പോൾ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും നിങ്ങൾ ഉപയോഗിക്കണം. ദൈവജനത്തിൻ്റെ തന്നിരിക്കുന്ന സമ്പത്ത് കൊണ്ട് കർത്താവിൻ്റെ വചനം ലോകത്ത് മുഴുവൻ എത്തിക്കാൻ വേണ്ടി ഒരു മരിയൻ മിഷൻ നമ്മൾ നടത്തുമ്പോൾ അതിൽ ആ ഒരു ചൈതന്യത്തോടെ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് മാത്രം കണ്ടാൽ പോരാ, എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിന് അപ്പം തന്നെ ഷെയർ ചെയ്യണം. എന്താ, നമ്മൾ ഒരുമിച്ചാണ് ഈ സംഭവം ചെയ്യണത്. ഇപ്പം നമ്മൾ ടെലിവിഷൻ തന്നെ ചെയ്യാനുള്ള പ്ലാനിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി ഇപ്പോഴും കുറച്ച് കഴിയുമ്പോൾ കമ്പനിയൊക്കെ ഫോം ചെയ്തിട്ട് മീഡിയ വിഷൻ ഉണ്ടാക്കും. അപ്പോൾ ലോകം മുഴുവനും കർത്താവിൻ്റെ വചനം, കാര്യം ഈ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് അമ്മ ഇവിടെ മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിലൂടെയാണ് ജനം വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് വരണത്. അപ്പോൾ ഇത് ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മീഡിയ വിഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം തന്നിരിക്കുന്ന സംവിധാനങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം. എന്ത് കൃപാസനത്തിൽ നിന്ന് തന്നാലും പ്രാർത്ഥനയെ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉടമ്പടി എടുത്തവർ അപ്പം തന്നെ അത് ഷെയർ ചെയ്തേക്കണം. ഷെയർ ചെയ്യുമ്പോൾ എന്താ ഗുണം? ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ്? നിങ്ങൾ വഴിയാണ് അവർ കർത്താവിനെ അറിയണത്. അപ്പോൾ ഒറ്റ നെക്കിയാൽ നമുക്ക് കർത്താവിനെ 1000 പേർക്ക് വരെ അറിയിക്കാൻ പറ്റും. അതൊക്കെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഇത് കാണുന്നവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ മകനാണെന്ന് തോന്നിയാൽ പിന്നെ നമുക്കധികം വിഷമിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ബോധപൂർവം സുവിശേഷ പ്രവർത്തനങ്ങൾ ശക്തമായി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉടമ്പടി ചെയ്യാത്തവർ കൃപാസനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നീലത്തിരി, ഉപ്പ്, തേന് വാങ്ങിക്കുക. അതൊരു വിശ്വാസ പ്രമാണം. 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞവരെയാണ് നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത്. എത്രയും വേഗം ആൾക്കാർ ഉടമ്പടി ചെയ്ത് മാറാൻ നോക്കണം. കാര്യം കൃപാസനം ദൈവം തന്ന പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയാണ്. ഉപ്പ് പുറത്ത് പരുവിനും കുരുവിനും ഒക്കെ ഉപയോഗിക്കേണ്ടതാണ്, വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അത് ഉപയോഗിക്കേണ്ടത്. തേന് ഉള്ളിൽ ഉപയോഗിക്കേണ്ടതാണ്. ഗർഭിണികളായാലും മറ്റു രോഗികളായാലും 9 തുള്ളി ഉപയോഗിച്ചാൽ മതി. ഈ ഉടമ്പടി തൈലമൊക്കെ 1 തുള്ളി ഉപയോഗിച്ചാൽ മതി. അല്ല, അത് ക്വാണ്ടിറ്റിയിലല്ല കാര്യം ഇരിക്കണത്, അതിൻ്റെ വിശ്വാസത്തിലാണ് ദൈവത്തിൻ്റെ അഭിഷേകം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുപ്പി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആൾക്കാരെ ജീവൻ വരെ രക്ഷിക്കുന്നതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ചവറ് പോലെ കൊടുക്കാം.
കൊടുക്കത്തില്ല. കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ വിൽക്കണ സംഭവം അല്ല അത്. അത് ദൈവികമായ ശക്തി ലഭിക്കാൻ വേണ്ടി ആണ് ഏറ്റവും കുറഞ്ഞിരിക്കണത്. അപ്പം കുറഞ്ഞത് ഉപയോഗിക്കാൻ പാടുള്ളത്. അത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഉടമ്പടി തേയില ലോകത്തൊരോടൊന്നും കിട്ടത്തില്ല. അതന്നെയല്ല, അത് അറിഞ്ഞുകൊണ്ട് നിങ്ങളത് മേടിക്കുകയും ചെയ്യരുത്. കാര്യം അത് പാപമല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് അമ്മ നമുക്ക് തന്നിരിക്കുന്ന നിങ്ങൾ ഇവിടെ ഈ മണ്ണി ചവിട്ടുന്നവർക്ക്, അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണി ചവിട്ടുന്നവരുടെ കണ്ണുനീരും ശരീരത്തിൻ്റെ വേദനയും ഒപ്പാൻ വേണ്ടി കൃപാസനത്തിൽ നൽകിയിരിക്കുന്ന കാരിസവും അഭിഷേകം. അതുകൊണ്ട് തന്നെ അത് കുറച്ച തരത്തുള്ള ഉടമ്പടി ചെയ്തവർക്കേ ഉള്ളൂ. അതുകൊണ്ട് ഉടമ്പടി ഫോം കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉടമ്പടി തൈലം വാങ്ങിച്ച ഡേറ്റ് അവിടെ ഇടും. ആ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വീണ്ടും വരുമ്പോൾ ഞങ്ങൾ ആ ഡേറ്റ് നോക്കും. അപ്പം നമുക്കറിയാൻ പറ്റും ഇത് നിങ്ങൾ പുറത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന്. അങ്ങനെ കൊടുക്കണേ, നിങ്ങളെ കൊടുത്തൊന്നും വിടരുത്. നിങ്ങൾ തന്നെ പോയി വിശ്വാസ പ്രമാണം ചെയ്ത് വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് തൊട്ടിട്ട് പോരാം. അല്ല, കൊടുത്തൊന്നും വിടേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യണതല്ലത്. ഓക്കെ, നേരത്തെ വസ്തു ഉയർത്തി പിടിക്കുക. വിശ്വാസ പ്രമാണം ചെയ്യട്ടെ. സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനെ നടത്താവുമായി ശംശാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ കന്യകാമരത്ത് എന്ന് പറഞ്ഞ ബന്ധുസ്ഫുടാത്തോസിൻ്റെ കാലത്തെ പിതാവ് സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിലിറങ്ങി മരിച്ചവിടെ നിന്ന് 3-4 സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗം അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ ഓരോന്നും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പണത്വമായത്തിലും വിശ്വസിക്കുന്ന യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, എൻ്റെ ഈശോയെ അവിടുന്ന് എന്നെ തൊട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ശക്തമായി സ്തുതിക്കട്ടെ. നമ്മുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് സ്തുതിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞു സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും പ്രാർത്ഥിച്ചതിന് ശേഷം അതിനൊരു 50 കൂടുതലുണ്ടാകും. അത് പ്രാർത്ഥിച്ചതിന് ശേഷം ഉടമ്പടി പുതുക്കി ഏറ്റവും